ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് സീലിംഗ്. ഓക്കെ, ഫിനിഷിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സീലിങ്ങും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീലിങ്ങും അതിൻ്റെ ഫങ്ഷൻസും പിന്നെ റിക്വയർമെൻറ്റ്സ് അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ബേസിക്കലി പറയണത് രണ്ട് ടൈപ്പ് ഓഫ് സീലിംഗ് ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് സീലിംഗ്, സെക്കൻഡ് വൺ ഫിക്സ്ഡ് ടൈപ്പ് സീലിംഗ്. ഓക്കെ, സസ്പെൻഡഡ് ടൈപ്പ് ഓഫ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് അറ്റാച്ച് ടു എ ഫ്രെയിം വർക്ക് സസ്പെൻഡഡ് ഫ്രം ദ മെയിൻ സ്ട്രക്ചർ. ഓക്കെ, സീലിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്തിലാണ്? ഒരു ഫ്രെയിം വർക്ക്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, അലുമിനിയം ഫ്രെയിം വർക്കും ബാക്കിയുള്ള സ്റ്റീലിൻ്റെ ഫ്രെയിം വർക്കും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഫ്രെയിം വർക്കിൽ ഒരു സീലിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള എവിടെ നിന്നാണ്? സസ്പെൻഡ് ചെയ്തത് എവിടെ നിന്നാണ്? മെയിൻ സ്ട്രക്ചറിൽ നിന്നാണ്. ഓക്കെ, ഇതെന്താ ചെയ്യണത്? ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് എ വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ദ അണ്ടർ സൈഡ് ഓഫ് ദ മെയിൻ സ്ട്രക്ചർ ആൻഡ് ദ സീലിംഗ്. ഒരു സീലിംഗിൽ നിന്നും അതുകൂടാതെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലാബായിരിക്കും. ആ സ്ലാബിൻ്റെ ഇടയിലായിട്ട് ഒരു വോയിഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ക്ലിയർ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സസ്പെൻഡഡ് ടൈപ്പ് ഓഫ് സീലിങ്ങിൻ്റെ ഒരു ഗുണം. ഇനി രണ്ടാമതായിട്ടുള്ളതാണ് ഫിക്സഡ് ടൈപ്പ് ഓഫ് സീലിംഗ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യണത്? സീലിംഗ് മെറ്റീരിയൽ ഈസ് ഫിക്സ്ഡ് ടു എ ഫ്രെയിം വർക്ക് ഓഫ് ബാറ്റൺ അറ്റാച്ച്ഡ് ടു ദ അണ്ടർ സൈഡ് ഓഫ് ദ മെയിൻ സ്ട്രക്ചർ. ഓക്കെ, സീലിംഗ് മെറ്റീരിയൽ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റേന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ളത്. ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയാണ്? ബാറ്റണൊക്കെ എന്താ പറയുക, ബാറ്റൺസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു സീലിങ്ങിനെയാണ് ഫിക്സ്ഡ് ടൈപ്പ്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കും. അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ടൈപ്പ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് സീലിംഗ്. ഏതൊക്കെ ഫങ്ഷൻസാണ് നമ്മൾ ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സീലിംഗ് പ്രൊവൈഡ് ചെയ്യണത്? ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് എ ഡെക്കറേറ്റീവ് ഫിനിഷ് ടു ദ അണ്ടർ സൈഡ് ഓഫ് എ റൂഫ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസീൽമെൻറ്റ്. ഓക്കെ, കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെക്കറേറ്റീവ് ഫിനിഷ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ റൂഫിൻ്റെ അണ്ടർ സൈഡിൽ. ഓക്കെ, കൺസീൽഡ് റൂഫാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം? അതിനൊരു ഡെക്കറേറ്റീവ് ഫിനിഷ് കൊടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പലതരത്തിലുള്ള എന്താണ് ചെരിവുകളും സ്ലോപ്പ്ഡ് റൂഫൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള ചെരിവുകൾ നമ്മളെ റൂമിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ഫിനിഷ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് എവിടേക്കാണ് ക്രിയേറ്റ് ചെയ്യണത്? വീടുകളിൽ അത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എയർ കണ്ടീഷൻ്റെ ഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ, എയർ കണ്ടീഷൻ്റെ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ കണ്ടീഷൻ്റെ പൈപ്പ് ഉണ്ടാവും. നിങ്ങൾ എയർ കണ്ടീഷൻ്റെ പൈപ്പ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എവിടെയൊക്കെ ആയിരിക്കും? നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലവരിങ്ങനെ നുഴഞ്ഞിങ്ങനെ കയറണുണ്ടാവും. ഒരു ചെറിയ ഇതിൽ ഇഴഞ്ഞിങ്ങനെ വരും ഒരു വലിയൊരു, അതാണ് എയർ കണ്ടീഷൻ്റെ ഡക്റ്റ്. അപ്പോൾ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സീലിംഗ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതേപോലെ ലൈറ്റ് ഫിറ്റിങ്ങിന് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ ജിപ്സം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യണ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള ഫിനിഷിങ് കാണാതിരിക്കാൻ പുറമേക്ക് മാത്രം ആ ലൈറ്റിൻ്റെ വെളിച്ചം എത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം ഇൻസുലേഷനാണ്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കടത്തി വിടാതിരിക്കുക. ഓക്കെ, ഒരു റൂമിലൊരു ബഹളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചൂട്, പുറമെ നല്ല ചൂടാണെന്ന് വിചാരിക്കുക, ആ ചൂട് ഉള്ളിലേക്ക് എത്താതിരിക്കാനോ ഓക്കെ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യണത്? ഈ ഒരു സീലിംഗ് നല്ല രീതിയിൽ ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളെ വാർപ്പുമ്മയ്ക്ക് വരുന്ന ചൂടാണ് നമ്മളുടെ എന്താ റൂമിലേക്കാണ്ട് ഉഷ്ണമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ വാർപ്പുമ്മയുള്ള ചൂടാണ് നമ്മളുടെ എന്താ പറയുക ആ റൂമിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യണത്. ഒരു ചൂട് കാറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു സീലിംഗ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് നമ്മളുടെ തെർമലി ഇൻസുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ ചൂടിന് ഉള്ളിലേക്ക് കടത്തി വിടാത്ത രീതിയിൽ അത് സഹായിക്കും. അതുകൂടാതെ തന്നെ സൗണ്ട് പുറമേക്ക് പോകാത്ത രീതിയിൽ. ഓക്കെ,
പിന്നെ നാലാമതായിട്ട് വരുന്ന പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് സ്ട്രക്ചറൽ ഫയർ പ്രൊട്ടക്ഷൻ ടു സ്റ്റീൽ ബീം സപ്പോർട്ടിങ് എ ഫ്ലോർ. ഒരു ബീം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മളെ സ്ട്രക്ചർ ഉള്ളത് കോൺക്രീറ്റ് അല്ല, സ്റ്റീലിൻ്റെ ഒക്കെയാണ് ബീമുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ ഫയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സീലിങ്ങിന് പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെന്താണ്, പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് അക്യൂസ്റ്റിക്കൽ കൺട്രോൾ ഇൻ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് റിവർബറേഷൻ. അബ്സോർപ്ഷൻ ആൻഡ് റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിഫക്റ്റുകളാണ്, സൗണ്ടിൻ്റെ ഡിഫക്റ്റുകളായിട്ട് വരുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്കോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പറഞ്ഞ വാക്ക് തന്നെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മലേൻ്റെ മുകളിൽ നിന്നൊക്കെ പലരും ഇങ്ങനെ ഓരോ വാക്കുകൾ ഉച്ചരിക്കും, എന്നിട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് മറ്റൊരു മലയിൽ നിന്ന് ഇങ്ങനെ കേൾക്കണ പോലെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും, അതാണ് എക്കോ. അതേപോലത്തെ ഒരു ഡിഫക്റ്റുകളാണ് ഈ റിവർബറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെന്താണ് ആറാമതായിട്ട് അല്ലെങ്കിൽ അവസാനത്തേതായിട്ട് വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്രിയേറ്റ്സ് എ ലോവർ സീലിംഗ് ഹൈറ്റ് ടു എ പെർട്ടിക്കുലർ റൂം ഓർ സ്പേസ്. ഓക്കെ, ഒരു റൂമിന് നല്ല സീലിംഗ് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ സീലിംഗ് ഹൈറ്റിനെ കുറയ്ക്കാൻ ഓക്കെ നമുക്ക് ഈ ഒരു പ്രവണതയിലൂടെ നമുക്ക് സാധിക്കും. ഈ ഒരു എന്താ പറയുക സീലിംഗ്, ഫോൾസ് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ അതിനൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് സീലിംഗ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സീലിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ദ following types in various sizes under various trade names. First one, foam plastic. Okay, second one, compressed wood particle board, wood chips or wood wool boards. Okay, വുഡിൻ്റെ ഒരു ചീള് കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ്. ഓക്കെ, മൂന്നാമതായിട്ട് ഹാർഡ് ബോർഡ്, നാലാമത് സോഫ്റ്റ് ബോർഡ്, 5 ജിപ്സം, 6 പ്ലാസ്റ്റർ ബോർഡ്, 7 ഫൈബർ ബോർഡ്, 8 പ്ലൈവുഡ് സ്ട്രോ ബോർഡ്, 9 ആസ്ബെസ്റ്റോസ് സിമെൻറ്റ് ബിൽഡിംഗ് ബോർഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോർഡുകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീലിംഗ് ആണ്. പലതരത്തിലുള്ള സീലിംഗ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് AC ഷീറ്റ് സീലിംഗ്. AC എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ആസ്ബെസ്റ്റോസ് സിമെൻറ്റ് ഷീറ്റ് സീലിംഗ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല എന്താ പറയുക ഒരു ഫോൾസ് സീലിംഗ് പ്രൊവൈഡ് ചെയ്യണ ഒരു മെറ്റീരിയലാണ് AC ഷീറ്റ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യണത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്കാണ്. അത്ര പ്രാധാന്യം കൂടിയ വർക്കുകൾക്കല്ല, പ്രാധാന്യം കുറഞ്ഞ വർക്കുകൾക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സീലിംഗ് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, പിന്നെന്താ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് ഹീറ്റ്. It cannot provide insulation against heat. ഹീറ്റിനെ എന്താ പറയുക പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ഒരു AC ഷീറ്റ് സീലിങ്ങിന് ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ടുള്ള സീലിംഗ് ആണ് ഫൈബർ ബോർഡ് സീലിംഗ്. ഓക്കെ, ഇതെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സോഫ്റ്റ് സീലിംഗ് ഫിനിഷ് ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ യൂസിങ് ഫൈബർ ബോർഡ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമുക്ക് ബേസിക്കലി എന്തിൽ കിട്ടുന്നത്, ഫൈബർ ബോർഡിൽ കിട്ടുന്നത്. ഓക്കെ, ഇത് എവിടേക്കാണ് ഉപകാരപ്രദമായിട്ട് ഇരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് അബ്സോർപ്ഷനും അതേപോലെ തെർമൽ ഇൻസുലേഷനും ആവശ്യമുള്ള ഇടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ഇതിന് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീലിംഗ് ആയിട്ട് മാത്രമല്ല വോളിൽ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി യൂസ് ചെയ്യണത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷൻഡ് റൂമും അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് സീലിംഗ് പ്രൊവൈഡ് ചെയ്യണത്. ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സീലിംഗ് ഫിനിഷാണ് ഈ ഫൈബർ ബോർഡ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്ലൈവുഡ് സീലിംഗ് ആണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് സീലിംഗ് നമ്മൾ ബേസിക്കലി ഓർഡിനറി ബിൽഡിങ്സിലും ഷോപ്സിലൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ഓർഡിനറി ബിൽഡിങ്സും ഷോപ്സിലും. ഓക്കെ, ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ടൈപ്പ് ഓഫ് സീലിംഗ് ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വുഡൻ ഫ്രെയിം വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എവിടെ, നമ്മളെ റൂഫിൻ്റെ അടിയിലായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പ്ലൈവുഡ് ഷീറ്റിനെ നെയിൽ ചെയ്യുക ചെയ്യണത്. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മൾ സൂചി വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, നെയിൽസ് വെച്ചിട്ട് അത് അതിലേക്ക് ആ ഫ്രെയിം വർക്കിലേക്ക് ആണി അടിച്ച് തുളക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇനിയുള്ളത് ഹാർഡ് ബോർഡ് സീലിംഗ് ആണ്. ഇതും ഏകദേശം എന്താണ്
നമ്മളെ പ്ലൈവുഡ് സീലിങ്ങിനെ പോലെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഹാർഡ് ബോർഡ് സീലിംഗ് ആകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഫിക്സ്ഡ് ബീഡിങ് ജോയിൻറ്റ്സ്. ബീഡിങ് ജോയിൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. ബീഡിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ജോയിൻറ്റുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതൊക്കെ ഓരോ നിങ്ങളുടെ ഈ ഒരു PDF ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത് പല സൈസിലായിരിക്കും. ഈ സൈസുകളിൽ ആകുമ്പോൾ അതിൻ്റെ ജോയിൻറ്റുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ കൊടുക്കുന്നതാണ് ഈ ബീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ബോർഡ് സീലിങ്ങിൻ്റെ കേസിലാകുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തതാണ് തെർമോകോൾ സീലിംഗ്. തെർമോകോൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഫ്രിഡ്ജ് ആയാലും TV ആയാലും ബാക്കിയുള്ള എന്തൊരു കാര്യമായാലും നമ്മളെന്താ ചെയ്യാറ്, അതിനെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ തെർമോകോൾ പ്രൊവൈഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അതൊരു ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. ബാഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലേക്ക് ചൂടിനെ എത്തിച്ചേരൂല. ഓക്കെ, തെർമോകോൾ വെച്ച് കഴിഞ്ഞാൽ ചൂട് ഉള്ളിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ടൈപ്പ് തെർമോകോൾ പ്രൊവൈഡ് ചെയ്യണത്. ഇത് ബേസിക്കലി യൂസ് ചെയ്യണത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷൻഡ് റൂമോ അല്ലെങ്കിൽ ഹാളോ അവിടെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇത് യൂസ് ചെയ്യണത്. ഓക്കെ, അതേപോലെ സിനിമ ഹൗസ്, ഓക്കെ, തിയേറ്ററാണ് ഉദ്ദേശിച്ചത്, കോൾഡ് സ്റ്റോറേജസ്, കമ്പ്യൂട്ടർ റൂംസ്, ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി തെർമോകോൾ ഉപയോഗിക്കുന്നത്. ഇനി പറയാനുള്ളത് സ്ട്രോ ബോർഡ് സീലിംഗ് ആണ്. ദേ ആർ ജനറലി യൂസ്ഡ് ഇൻ എയർ കണ്ടീഷൻഡ് ആൻഡ് സൗണ്ട് പ്രൂഫ് റൂം ഫോർ ഹാൾസ്. ഓക്കെ, they are more efficient in providing sound absorption as in auditorium and theaters and mostly under used where insulation against sound is required. സൗണ്ട് ഇൻസുലേഷൻ എവിടെയൊക്കെയാണോ ആവശ്യം അവിടെയാണ് സ്ട്രോ ബോർഡ്. ഓക്കെ, അപ്പോൾ സ്ട്രോ ബോർഡ് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണത്, സൗണ്ട് അബ്സോർപ്ഷൻ എസ്സിലാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് സൗണ്ട് ഇസ് റിക്വയർഡ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോ ബോർഡിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ദിസ് ടൈപ്പ് ഓഫ് സീലിംഗ് റിക്വയർസ് സ്ട്രോങ്കർ ഫ്രെയിം വർക്ക് ടു സപ്പോർട്ട് ദ ബോർഡ്സ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് സ്ട്രോ ബോർഡ് ഇപ്പോൾ നമ്മൾ വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ. ഓക്കെ, ഇനി പറയേണ്ടത് ഡെക്കറേറ്റീവ് സീലിംഗ് ആണ്. അഡീഷണൽ ഡെക്കറേഷൻ ആൻഡ് ഫിനിഷസ് മേ ബി ഗിവൺ ടു ദ സീലിംഗ് വെൻ ദേ ആർ പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് മോൾഡിങ്. മോൾഡായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കണ ഡെക്കറേഷനും അതേപോലെ ഫിനിഷുകളും, അതിനെയാണ് നമ്മൾ ഡെക്കറേറ്റീവ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയേണ്ടതിൽ മോൾഡഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സീലിംഗ് ബോർഡ്. ഓക്കെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കോസ്റ്റ്ലി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മോസ്റ്റ് ഡെക്കറേറ്റീവ് ടൈപ്പ് ഓഫ് സീലിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, മോൾഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് തിയേറ്റർ, നല്ല നല്ല 5 സ്റ്റാർ ഹോട്ടലുകൾ, അത് എയർ കണ്ടീഷൻഡ് ഹാള്, അവിടെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി മോൾഡഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ബോർഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇത്രയും ഡെലിക്കേറ്റും കോസ്റ്റ്ലി ആയത് കാരണം തന്നെ ഹൈലി സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ നമ്മൾ ബേസിക്കലി സ്കിൽഡ് ലേബേഴ്സിനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ഇത് പല പാറ്റേണുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു അവസാനമായിട്ട് പറയേണ്ട സീലിംഗ് ആണ് പ്ലാസ്റ്റർ ബോർഡ് സീലിംഗ്. പ്ലാസ്റ്റർ ബോർഡ് സീലിങ്ങിലാണ് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ജിപ്സം പ്ലാസ്റ്ററാണ് നമ്മൾ ബേസിക്കലി ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ പറയുക, എലിമിനേഷൻ ഓഫ് പ്ലാസ്റ്റർ മിക്സസ് ഫോർ ദ ഓവർ ഹെഡ് വർക്ക്. ഓക്കെ, പ്ലാസ്റ്റർ മിക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓവർ ഹെഡ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഫിക്സ് ചെയ്യണത് ടിമ്പറിൻ്റെ ജോയിസ്റ്റുകളുണ്ടാവും, ആ ജോയിസ്റ്റുകളുടെ ഇടയിൽ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യണത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഒന്ന് നോക്കുക, ചെറുതായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീലിങ്ങും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീലിംഗ് മെറ്റീരിയൽസും നിങ്ങളുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയണത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.